ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം ഇതൊന്ന് ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് മെമ്മറിയിലിരിക്കും. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ചില ഐഡിയാസ് ഇതിൽ ഓർത്തിരിക്കാനുള്ളത് പറയാം. ചിലത് പൊട്ടത്തരായിട്ട് തോന്നും, പക്ഷേ എങ്കിലും എനിക്കെന്തോ അത് കണക്ട് ചെയ്യാൻ പറ്റി ഓർമ്മ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള ആശയം ഏതൊക്കെയാണ്? അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ അതെന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വോട്ടിംഗ് സിസ്റ്റമാണ്. നമ്മൾ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഉള്ള തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്, ഭൂരിപക്ഷം കിട്ടുന്നത്, അവരാണല്ലോ ജയിക്കുന്നത്, മെജോറിറ്റി വോട്ട്സ്. അപ്പോൾ അതെവിടെ നിന്ന് കൈക്കൊണ്ടിട്ടുള്ളതാണെന്ന് അറിയാമോ? അത് നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കൈക്കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ എന്നുള്ളത് ഏത് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള ആശയമാണ്. അടുത്തത് പാർലമെൻ്ററി സമ്പ്രദായമാണ്. പാർലമെൻ്ററി സമ്പ്രദായം. നെക്സ്റ്റ് നിയമവാഴ്ച. അടുത്തത് സ്പീക്കർ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. ഇതെല്ലാം നമ്മൾ എവിടെ നിന്ന് എടുത്താണെന്ന് അറിയാമോ? ഇതെല്ലാം നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു കോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കണക്ട് ചെയ്യാനുള്ളൊരു ഐഡിയ പറയാം. നമ്മൾ പാർലറിൽ പോയിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പാർലറിൽ പോയിട്ട് നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് ഫാസ്റ്റ് പാസഞ്ചർ പിടിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ എത്താറായപ്പോൾ നമുക്ക് അവിടെ സ്പീക്കറിൽ ഇങ്ങനെ വോട്ടിംഗ് നിയമം, അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ, നടപടിക്രമങ്ങൾ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ നിയമങ്ങൾ പാലിച്ചിട്ട് വേണം, നടപടിക്രമങ്ങൾ പാലിച്ചിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കൈക്കൊണ്ടിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാനുള്ള എൻ്റെ ഒരു കോഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകാണല്ലോ. അപ്പോൾ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ എന്ന് ചിലപ്പോൾ എന്താണെന്ന് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഈ വോട്ടിംഗ് എന്ന് പറയുന്നത്, വോട്ടിംഗ് എന്നുള്ള ഒരു ഇത് പറയുന്നത്. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ, ഫസ്റ്റ് പാസഞ്ചറിൽ കയറി നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് നമ്മൾ പാർലറിൽ പോയിട്ടാണ് വന്നത്. അപ്പോൾ പാർലമെൻ്ററി സമ്പ്രദായം. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് സ്പീക്കർ. അപ്പോൾ സ്പീക്കറിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടല്ലേ സ്പീക്കർ. അപ്പോൾ സ്പീക്കറിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് ഓർക്കുക. അതുപോലെ തന്നെ സ്പീക്കറിൽ വിളിച്ച് പറയുകയാണ് അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, നിയമവാഴ്ച, അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ. അപ്പോൾ ആ നിയമങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന നടപടിക്രമങ്ങളിലൂടെ പോയാലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുള്ള സംഭവങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു, വ്യവസ്ഥകൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ ആശയങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള ആശയങ്ങളാണ് ഒരു അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം. അപ്പോൾ പൂർണ്ണമായ ഒരു ഫെഡറൽ സിസ്റ്റത്തിലോട്ട് നമ്മൾ പോയിട്ടില്ല. അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം. നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് അല്ലേ? നമ്മൾ സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും നിയമങ്ങൾ പാലിച്ച് അതിനനുസരിച്ചിട്ടാണ് ഓരോ സിറ്റിസണും നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ചിലതിനുള്ള അധികാരം സെൻട്രലിനും ചില കാര്യങ്ങൾക്ക് സ്റ്റേറ്റിനും, രണ്ടു പേർക്കും കൂടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റൊക്കെ നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം. അതുപോലെ തന്നെ അവശിഷ്ടാധികാരങ്ങൾ. ഇതിൽ മൂന്നിലും പെടാത്തത് ഏതിലാണ്? റെസിഡ്യൂവൽ പവേഴ്സാണ് അല്ലേ? അപ്പോൾ അവശിഷ്ടാധികാരങ്ങൾ, അതുപോലെ തന്നെ അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം, ഇതൊക്കെ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. കാനഡയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അവശിഷ്ടങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വലിച്ചെറിയാനൊന്നും നമുക്ക് പാടില്ല. അപ്പോൾ അധികാരങ്ങൾ എന്നുള്ളത് കാനഡയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അവശിഷ്ടങ്ങളൊന്നും
എന്ത് ചെയ്യാൻ പാടില്ല, നമുക്കിങ്ങനെ വലിച്ചെറിയാനൊന്നും പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ അവിടെ അർദ്ധരാത്രി ഇറങ്ങി ഇങ്ങനെ എന്താണ് റോഡിൽ ഫെഡറൽ അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക. അർദ്ധരാത്രി എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നടക്കാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് മെമ്മറിയിൽ ഒന്ന് വരുത്താൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ അവശിഷ്ടാധികാരങ്ങൾ, അതുപോലെ തന്നെ അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സിസ്റ്റം, ഇത് എവിടെ നിന്നാണ്? കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ഇത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന്. ഫ്രഞ്ച് ഭരണഘടനയിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് വന്ന ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത് എവിടെ നിന്നുള്ള ആശയമാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലോട്ട് കൈക്കൊണ്ട ആശയമാണ്. അതുപോലെ റിപ്പബ്ലിക് എന്ന ആശയം, റിപ്പബ്ലിക് അല്ലേ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളായിരിക്കണം ഭരണാധികാരിയായിട്ട് വരേണ്ടത്. അപ്പോൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയവും എവിടെ നിന്നുള്ളതാണ്? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധി അല്ലേ. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി ഭരിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം, സമത്വം, എല്ലാ സാഹോദര്യവും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു രാജഭരണമാണെങ്കിൽ ഇത്രയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ കടം കൊണ്ടിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ എവിടെ നിന്നാണ്? റിപ്പബ്ലിക്കും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ റിപ്പബ്ലിക് ഓർക്കാനായിട്ട് ഇത് സന്തോഷമൊക്കെ ഉണ്ടാവണമെങ്കിൽ, സ്വാതന്ത്ര്യത്തോടെ നടക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരാളായിരിക്കണം ഭരിക്കേണ്ടത് അല്ലേ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കണം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് US ഭരണഘടന. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, മൗലിക അവകാശങ്ങൾ എവിടെ നിന്ന് കൈക്കൊണ്ടിട്ടുള്ളതാണ്? US ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ പുനരവലോകനം, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ആമുഖം. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്ത് എപ്പോഴാണ് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള സന്തോഷം പോകും അല്ലേ. നമ്മളൊരു കാര്യം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള സന്തോഷം പോകും. അപ്പോൾ ആമുഖവും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളും എവിടെ നിന്നാണ്? US ൽ നിന്നാണ്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ നീ എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പോൾ നിൻ്റെ മുഖത്തുള്ള സന്തോഷം പോകും. എങ്ങനെയാണ്? അതിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ പോകും. അപ്പോൾ US ൽ മൗലിക അവകാശങ്ങൾ, ആമുഖവും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ ഈ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കോടതിയെ സമീപിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ജുഡീഷ്യൽ പുനരവലോകനം, അതുപോലെ തന്നെ അപ്പോൾ ജുഡീഷ്യറിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടല്ലേ അവർക്ക് വിധി പ്രസ്താവിക്കാനായിട്ടൊക്കെയുള്ള അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ US ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ്? ആമുഖം, അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ജുഡീഷ്യൽ പുനരവലോകനം. അപ്പോൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ് ഭരണഘടനാ ഭേദഗതി മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ ഭരണഘടനയിലെ ഏതെങ്കിലും വ്യവസ്ഥകളിൽ ഏതെങ്കിലും കാര്യത്തിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഭേദഗതി എന്നുള്ള അമെൻമെൻ്റ് എന്നുള്ള ഒരു ആശയം എന്താണ് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്? എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ക്ലിയറായോ? അടുത്തത് ഐറിഷ് ഭരണഘടനയാണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന്
നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിലേക്ക് കടമെടുത്തിട്ടുള്ളത് രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം, അതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ ഇവിടെ വേണം. അപ്പോൾ രാഷ്ട്രത്തലവൻ അല്ലെ രാഷ്ട്രപതി, അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇതെല്ലാം എവിടെ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ്? ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ക്ലിയർ ആയോ? ഐറിഷ് ഭരണഘടനയിൽ നമ്മളെന്തൊക്കെ ആശയങ്ങളാണ്? നിർദ്ദേശക തത്വങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രത്തലവൻ. ഒരു രാഷ്ട്രത്തലവന് എന്ത് ചെയ്യുക? ഒരുപാട് നിർദ്ദേശങ്ങൾ ആ രാഷ്ട്രത്തിൻ്റെ ചെറിഷിങ്ങിന് വേണ്ടിയിട്ട്, ചെറിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വളർത്തുക അല്ലേ? ചെറിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചെറിഷ് എന്ന് പറയുമ്പോൾ സന്തോഷിപ്പിക്കുക, വളർത്തുക എന്നൊക്കെ ഉള്ളൊരു അർത്ഥം, ഒരു മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ രാഷ്ട്രത്തലവന് ഒരുപാട് നിർദ്ദേശങ്ങൾ എന്താണ്? ആ രാഷ്ട്രത്തെ റിച്ചാക്കാൻ, ഐറിഷ് എന്നുള്ളത് റിച്ചാക്കാനോ ചെറിഷ് ചെയ്യാനോ എന്നൊക്കെ ഓർക്കുക. അപ്പോൾ ഐറിഷ് അപ്പോൾ റിച്ചാക്കാൻ അല്ലെങ്കിൽ ചെറിഷ് ചെയ്യാനായിട്ട് രാഷ്ട്രത്തലവന് ഒരുപാട് നിർദ്ദേശങ്ങൾ തരാനായിട്ട് പറ്റും. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രത്തലവൻ, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ, രാഷ്ട്രപതി വേണം എന്നുള്ളതും ഒക്കെ പറയുന്ന ഏത് ഭരണഘടനയിൽ നിന്ന് എടുത്ത വ്യവസ്ഥയാണ്? ഐറിഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യവസ്ഥയാണ്. നെക്സ്റ്റ് എന്താണ്? ഓസ്ട്രേലിയൻ ഭരണഘടന. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം എടുത്തിട്ടുള്ളത്. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഈ ആസ്ട്രോനട്സ്, ഓസ്ട്രേലിയ എന്നൊക്കെ കറണ്ടും ഇല്ല, കണ്ണും കാണാൻ പറ്റില്ല അല്ലെ, ഇരുട്ടായിരിക്കും, അങ്ങനെ ഓർക്കുക. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ളത് ഓസ്ട്രേലിയ, ആസ്ട്രോനറ്റ് അങ്ങനെ ഓർക്കുക. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം എടുത്തത്. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കടം കൊണ്ടിട്ടുള്ളത്. അടിയന്തരാവസ്ഥ. അപ്പോൾ അടിയന്തരാവസ്ഥ എവിടെ നിന്നാണ്? ജർമ്മനി. അടിയന്തരാവസ്ഥ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഏത് രാജ്യത്ത്? ജർമ്മനി. അപ്പോൾ ജർമ്മനി അടിയന്തരാവസ്ഥ, അമ്മണിയുടെ ഒരു അവസ്ഥ. അപ്പോൾ അമ്മണിയുടെ ഒരവസ്ഥ അല്ലെങ്കിൽ ജർമ്മനിയുടെ അവസ്ഥ, ജർമ്മനി, അമ്മണി, അങ്ങനെ കണക്ട് ചെയ്യുക. ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ, നമ്മൾ പറഞ്ഞാൽ അമ്മണിയുടെ അവസ്ഥ, അങ്ങനെ നീ വരുമ്പോൾ ജർമ്മനി അടിയന്തരാവസ്ഥ, അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണേലും കണക്ട് ചെയ്യാം. അത് നമ്മളുടെ നമ്മൾ മാർക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമ്മൾ ചില അടയാളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എക്സാമിന് കൂടുതൽ കിട്ടുക. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്ന ഇതല്ലായിരിക്കും നിങ്ങൾക്ക് ഇതായിട്ട് തോന്നുന്നു, പക്ഷേ എനിക്കെന്തോ ഇത് ഈസി ആയിട്ട് എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യയിലേക്ക് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് പാർലമെൻ്ററി, അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ, അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ, നിയമവാഴ്ച, ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്? ഞാനത് ഓർത്തെടുത്തിട്ട് പറയുന്ന കേട്ടോ, ഇതിൽ നോക്കി പറയുന്നതല്ല. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കനേഡിയൻ ഭരണഘടന. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കനേഡിയൻ എന്ന് പറയുമ്പോൾ കാനഡയിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? വേസ്റ്റ്, അവശിഷ്ടങ്ങൾ നമ്മൾ വലിച്ചെറിയാൻ പാടില്ല, അർദ്ധരാത്രി നടക്കാൻ പാടില്ല. അപ്പോൾ ഫെഡറൽ ഗവൺമെൻറ് സിസ്റ്റം, അതുപോലെ തന്നെ എന്താണ് അവശിഷ്ടാധികാരങ്ങൾ, ഇത് രണ്ടും കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കൈക്കൊണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഫ്രഞ്ച് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് അല്ലേ? റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ റിപ്പബ്ലിക്,
പിന്നെ US-ൽ നിന്ന് യു, നിങ്ങളുടെ മുഖത്ത് ആമുഖം, അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ ജുഡീഷ്യൽ പുനരവലോകനം, അതുപോലെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. അതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടന ഭേദഗതി ചെയ്യണം, അമെൻമെൻറ്റ് വരുത്താനുള്ളത്. ജർമ്മനി അടിയന്തരാവസ്ഥ. ജർമ്മനി അടിയന്തരാവസ്ഥ. ഓസ്ട്രേലിയ കൺകറൻറ്റ്. ആസ്ട്രോണറ്റ്സ് കാണാൻ പറ്റില്ല, കറണ്ട് ഇല്ല അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയ കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇത്ര എനിക്ക് ക്ലിയറായി, നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മെമ്മറിയിൽ സൂക്ഷിച്ച് പഠിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.